ഷീജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വെജ് സമോസയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു സമോസയാണ്. ഇതെങ്ങനെയപ്പോൾ ഉണ്ടാക്കണം നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് സമോസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സമോസ ഷീറ്റിൻ്റെ ഒരു 3-4 പീസ് എടുത്തിട്ട് ഒന്ന് ചെറിയ കഷ്ണാക്കി നുറുക്കിയെടുത്ത് അത് നമ്മൾ സമോസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാനില്ലേ, അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തൊന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് വറുത്ത് കോരി ആദ്യമായിട്ട് തന്നെ മാറ്റിയെടുത്ത് വെക്കണം. നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഇത് ലാസ്റ്റായിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ. അത് നമ്മൾ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഞാനൊരു 4 പച്ചമുളക് ചെറുതാക്കി നുറുക്കിയതും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 സബോള ഇട്ട് കൊടുത്തു. ഇതൊന്ന് വഴറ്റി കൊടുക്കുക. സബോളയൊന്നും അധികം വഴണ്ട ആവശ്യമില്ല. ഇത് ഞാൻ 2 ടീസ്പൂൺ മൈദമാവ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പശ പോലെ ഒന്ന് കലക്കി തിക്കിലൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സബോള വഴറ്റി കഴിഞ്ഞു. ഞാൻ അതിലേക്ക് ഒരു ചെറിയ കപ്പ് ക്യാരറ്റ് ചെറിയ കഷ്ണാക്കി നുറുക്കിയതും, 1/2 കപ്പ് ക്യാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുത്തു, 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ഗ്രീൻ പീസ്, വേവിച്ച ഗ്രീൻ പീസാണ് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടായിരുന്നില്ല എൻ്റെ കയ്യിൽ. ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ അതായിരിക്കും നന്നാവുക, അല്ലെങ്കിൽ വേവിച്ച് ഇതുപോലെ ചേർത്താലും മതി. ഇത് ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി ജസ്റ്റ് ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സിമ്മിൽ വെച്ച് മൂടി വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതെൻ്റെ വീഡിയോ വിട്ടുപോയി. അത് വെന്തതിന് ശേഷം നമ്മളൊന്നും കൂടി ഒന്ന് ഇളക്കി നമുക്ക് ഞാൻ അതിൽ മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല അതിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഉരുളൻകിഴങ്ങ് 3 ഉരുളൻകിഴങ്ങ് കേട്ടോ. 3 ഉരുളൻകിഴങ്ങ്, ചെറിയ ഉരുളൻകിഴങ്ങാണ്. അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. വല്ലാണ്ട് നൈസാക്കി പൊടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചെറിയ ചെറിയ കഷ്ണം ഉണ്ടായിരിക്കും, നല്ലതാണ് അത്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ഈ ഒരു പാത്രം ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. അതുപോലെ നമുക്ക് എല്ലാം എടുത്ത് വെക്കാനായിട്ട് പറ്റി നല്ലൊരു പാത്രമാണ്. 114 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നത്. ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ പെരുവ എന്താ വേണ്ട വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ ഈ കൈ കൊണ്ട് പൊടിച്ചിട്ടുള്ള സമോസ ഷീറ്റ് വറുത്തതില്ല, അത് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ മസാല നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് സമോസ ഉണ്ടാക്കി തുടങ്ങാം. സമോസ ഷീറ്റ് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡ് ഇങ്ങനെ മടക്കിയെടുത്ത് ഇതുപോലെ നമുക്ക് സമോസ ഉണ്ടാക്കാം. നല്ല എളുപ്പമാണ് അത് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഈ പശ തേച്ച് കൊടുക്കണം. അത് നമ്മൾ മുൻപ് തന്നെ ഉണ്ടാക്കി വയ്ക്കുമ്പോഴാണ് അതൊരു പശയായിട്ട് ശരിക്കും അതിൻ്റെ ഒരു ഇത് വരിക. ഇതുപോലെ 2 സൈഡിൽ പിന്നെ പശ തേച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. നമുക്ക് 2-3 ഉണ്ടാക്കി അത് ശരിയായി വരും. ഈ 2 സൈഡിലും ഒട്ടിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ മടക്കുക, പിന്നെ ഇതുപോലെ
ക്ലിയർ ആവണ രീതിയിൽ ഇപ്പം ഞാനൊന്ന് മടക്കി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സമോസ ഞാൻ എല്ലാം അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കി തുടങ്ങാം. നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച ഓയിലില്ലേ, അതിൽ നമ്മുടെ സമോസ ഇട്ട് കൊടുത്തു. തിരിച്ച് മറിച്ചിട്ട് 2 സൈഡും പൊരിയുമ്പോൾ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ, താങ്ക് യു.